ഗേഴ്സ്, ഇന്ന് എന്താണ് നമ്മുടെ ചലഞ്ച്? മുട്ട ചലഞ്ച്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇവിടെ ചെറിയൊരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാവശ്യമായിട്ടുള്ള മുട്ടയാണ് കേട്ടോ. ഇന്ന് ആരൊക്കെയാണ് ജയിക്കുന്നതെന്നറിയാം. ആരൊക്കെയാണ് ജയിക്കുന്നതെന്നറിയാം കേട്ടോ. അനുഷ ഉണ്ടോ? അനുഷ നോക്കട്ടെ, എല്ലാവരും നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. മുട്ടയ്ക്ക് പുഴുങ്ങാനിടുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് വരാം. ഇങ്ങോട്ട് വരുന്നില്ലേ? വാ, അവരൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. ഇതെന്തുവാണെന്നറിയാമോ? ഇത് മണൽ. എന്താ ഇതെന്നാ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. മുട്ട നമ്മൾ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അന്നേരം അതിന്ന് ചലഞ്ചാണ്. നമ്മൾ ഒരുപാട് വെച്ച് കൊടുക്കുന്നില്ല, 3 വെച്ചേ വെക്കുന്നുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ചലഞ്ചല്ലേ നമുക്കുള്ളത്. അന്നേരം നമ്മൾ ഒരുപാട് വെച്ച് ചിലപ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ട് വന്നാലും അതുകൊണ്ട് ഞങ്ങളിന്ന് 3 മുട്ടയെ വെച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് അവരവർ തന്നെ പൊളിച്ച് കഴിക്കണം കേട്ടോ. അവരവർ തന്നെ പൊളിച്ച് കഴിക്കണം. പിന്നെ എന്നെങ്കിൽ പൊളിച്ചൊന്നും വെക്കത്തില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. വാ തുറന്ന് നമ്മൾ ആന്ന് കാണിക്കണം, എന്നിട്ട് മാത്രമേ വെള്ളം തരത്തുള്ളൂ. വെള്ളം എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും, പക്ഷെ വെള്ളം കുടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം. വാ, ഇരിക്കേ. നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഇടാ. ഒരു പ്ലേറ്റിൽ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചേക്കുന്ന എടുക്കുക. ഇല്ല എന്നാൽ മുട്ട നമ്മൾ എടുക്കുന്നത് നമ്മളൊന്ന് പുഴുങ്ങി വെച്ചേക്കുമല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോഴും നമ്മൾ ചലഞ്ചിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളൊരു 9 മുട്ടയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 9 മുട്ട എടുത്തിട്ടുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് എത്ര കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇവർക്ക് തൊണ്ടയ്ക്കിരിക്കുമോ ഇതൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെറിയ ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് വേണം നമുക്ക് ഓരോ ചലഞ്ച് ഇതുപോലെ കൊണ്ടുവരാൻ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ഒരു ചലഞ്ചല്ലേ, നമ്മളൊന്നും ഇതൊക്കെയല്ലേ ചലഞ്ചായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത്. കുറച്ച് ഞങ്ങൾ കഴിക്കുന്നില്ല കേട്ടോ. കഴിക്കുന്നവര് ഇവരൊക്കെയാണ് കേട്ടോ. അന്നേരം നമുക്ക് അവര് മാത്രമേ ഉള്ളൂ. തലേന്ന് മുമ്പ് ഇവർക്ക് കൊടുക്കുന്നത്. ടൈം സ്റ്റാർട്ട് ചെയ്തില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആയല്ലോ? എല്ലാരും ഇത് സ്റ്റാർട്ട്. 1 2 3. എത്രയായി അമീറ? ആശിന എത്രയായി? രണ്ടാമത്തെയോ? രണ്ടാമത്തെ. മാള് 2, ആശിന 2, മാള് തോറ്റു. ആശിനായും മുബീനായും തമ്മിലാണ് മത്സരം. ഒരാൾ തോറ്റ് നിർത്തി. അല്ല, നീ എടുക്ക്. സമയം പോയി.
മുട്ട എളുപ്പമല്ലേ? ആശിനെ തോറ്റിരിക്കുന്നു. ആശിനെ വെള്ളം കുടിച്ച് തിന്ന് കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാന്. 3 എണ്ണം കഴിച്ച് നമ്മളെ കാണിച്ചതിന് ശേഷമായിരുന്നു വെള്ളം കുടിക്കേണ്ടത്. ആശിനെ തോറ്റു, മാള് തോറ്റു. എന്തൊക്കെ വെള്ളം കുടിക്കുന്നത്? തിന്ന് തീർന്ന് വായില് ഇല്ലെന്ന് ഓപ്പൺ കാണിച്ചതിന് ശേഷമേ വെള്ളം കുടിക്കാവൂ. അങ്ങനെ ആ ചലഞ്ചാണിത്. മുബിനെ കഴിച്ചോ? എല്ലാരും ഹെൽപ്പ് പ്രോത്സാഹിപ്പിക്കും. കഴിച്ച് വായിൽ ഒട്ടയ്ക്കാൻ പറ്റത്തില്ല, വായിൽ കാണരുത്. ഫുള്ളും കഴിച്ച് കറിയണം. അങ്ങനെ ചലഞ്ച് ജയിച്ചിരിക്കുന്നത് മുബീനാണ്. അങ്ങനെ നമ്മുടെ അങ്ങനെ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ചലഞ്ച് ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിക്കുന്നവർക്ക് ഒരു ഷവർമ മേടിച്ചു കൊടുക്കുന്നു. അത് നമ്മൾ ഷവർമ ആയിരിക്കും മേടിച്ചു കൊടുക്കണം. നിനക്കെങ്ങനെ നിന്റെ അനുഭവം പറഞ്ഞേ? പറ്റും, പക്ഷേ ആദ്യം ചിരിച്ച് പിന്നെ നെഞ്ചത്തെല്ലാം കൂടെ കൂടി വന്നിരുന്നു. അതുകൊണ്ട് ഇറക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റില് നീയാണ് ഔട്ട് ആയത്. അതെന്താ? വേണ്ട, എന്തിനാ വെറുതെ അങ്ങനെയുണ്ട്. അത് ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞാൽ തൊണ്ടക്കിരിക്കും. അന്നേരം അങ്ങനെ ചലഞ്ച് ഇനി ചലഞ്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുന്താസ്? ഇതൊക്കെ ഞങ്ങളുടെ കൈ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നെ മൊട്ടമാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അതെയാ, ഈ ചലഞ്ച് കണ്ടിട്ട് എന്തോ തോന്നി? പോയി അങ്ങനെ ഇവരുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാരും നിർത്തി. ഇങ്ങനെ ചെറിയൊരു ചലഞ്ച് ഇതായിരുന്നു, മുട്ട കഴിപ്പ്. ഈ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഞങ്ങളുടെ കൈ അടിച്ച് പൊട്ടിച്ചു. ഞാൻ അടിച്ചടിച്ച് കൈയെല്ലാം വേനെടുത്തു. ഇനി ഇതേപോലുള്ള ചലഞ്ചിൽ ഇനി പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കാൻ തീർച്ചയായിട്ടും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ നിങ്ങളെല്ലാം പ്രാർത്ഥന വേണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ജയിച്ചത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ ചലഞ്ച് വേണ്ടേ? ഇവിടെ ബാക്കി മുട്ട ഇവിടെ തിന്നുന്നുണ്ടോ? ഇവിടെ ബാക്കി മുട്ട തിന്നതോ പോയി. അപ്പോഴ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞേമ്മ വന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.